ഹായ് ഹലോ ഗായ്സ്. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലാണുള്ളത്. രാവിലെ ഒരു 7:30-8 മണിയായി കാണും. ഒരു ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കൂടുള്ളവരൊക്കെ ആദ്യമേ പോയി. ഇന്നലെ താമസിച്ച് കിടന്നുറങ്ങിയതുകൊണ്ട് ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഉറങ്ങാൻ കുറേ ലേറ്റായി. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും ലേറ്റായി. ഫസ്റ്റ് ബാച്ച് അവരങ്ങ് പോയി. പിന്നെ അവരെ വഴി തടഞ്ഞു നിർത്തി ഞങ്ങൾ 4-5 പേരുകൂടി അവരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുവാണ്. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവരങ്ങനെ. അങ്ങനെ ഓടിപ്പിടിച്ച് ഒരു 10-20 മിനിറ്റ് ലേറ്റായെങ്കിൽ അവരുടെ കൂട്ടത്തിൽ, ആ ക്യാമ്പിൻ്റെ കൂട്ടത്തിൽ, ട്രക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടി ആ നല്ല മഴയുള്ള ഒരു വഴുക്കലുള്ള സമയത്തായിരുന്നു ഞങ്ങൾ രാവിലെ പോയത്. അങ്ങനെ പയ്യെ 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 എല്ലാവരും ഇങ്ങനെ കാട്ടിനുള്ളിലേക്ക് കയറുകയാണ്. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ആദ്യത്തെ ആ ട്രക്കിംഗ് നമ്മുടെ എണീക്കുന്ന ഒരു ചടപ്പ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓണായി. പിന്നെ ഫുൾ പവറിലാണ് എല്ലാവരും. ഭയങ്കര സംസാരവും ബഹളവും ഒക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് 1-2 പേരുടെ കാലിൽ അട്ട അടിക്കുകയൊക്കെ ചെയ്തു. 1-2 പേര് തെന്നി വീഴുകയൊക്കെ ചെയ്തു. അതൊന്നും കാര്യമാക്കാതെ എല്ലാവരും മൂവ് ഓൺ ചെയ്യുകയാണ്. നമ്മൾ ടോപ്പ് സ്റ്റേഷന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ടോപ്പ് സ്റ്റേഷനിൽ, അവിടുത്തെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ താഴെയുള്ള കാഴ്ചകൾ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും പോകുന്നത്. നമ്മൾ പോകുന്ന ഈ വഴികളിലൂടെയൊക്കെ ജീപ്പ് പോകുന്ന വഴിയാണ്. ഇപ്പം കുറേ നാളായിട്ട് യൂസ് ചെയ്യാതിട്ടിരിക്കുകയാണ്. ആ പാറകൾ അടുക്കിയിട്ടിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. ജീപ്പ് ഇതുവഴി പോകുന്ന വഴികളാണ്. ഇപ്പോൾ കുറേ നാളായിട്ടില്ലെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കാടിൻ്റെ കാഴ്ചകൾ കണ്ട് സൈലൻ്റായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവസാനം നമ്മൾ ഒരു 2 കിലോമീറ്ററോളം, 2-2.5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മലയുടെ താഴ്വശത്തായിട്ട് എത്തിയത്. അവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ഈ വാക്കുകളിനകത്തൂടെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിനപ്പുറമുള്ള വ്യൂ ആയിരുന്നു അവിടുന്ന്. എൻ്റെ തൊട്ട് ബാക്കിലുള്ളതാണ് അനന്തു, അതിൻ്റെ ബാക്കിൽ കണ്ണൻ, അതിൻ്റെ ബാക്കിൽ അതുൽ. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വ്യൂ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കേൾക്കാൻ പോകുന്ന ആ സൈലൻസിലോട്ടൊന്ന് കാതോർത്തെ. നമ്മളെ നിന്ന മലയുടെ താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ നിന്നുള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ട്. അങ്ങോട്ട് പോകാനൊക്കെ പറ്റും, പക്ഷേ നിറയെ അട്ടകളും കുറച്ച് റിസ്ക്കും ആണെന്ന് ഗൈഡ് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേറെ സ്ഥലങ്ങൾ പോകാനുള്ളത് കൊണ്ട് ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ന്യൂ ഇയറിന് നിൽക്കുന്നത്. ഏറ്റവും ഭംഗിയുള്ള ഇടുക്കി ടോപ്പ് സ്റ്റേഷന് താഴെ വ്യൂ. സത്യത്തിൽ വളരെ വേഗമാണ് ടോപ്പ് സ്റ്റേഷനിൽ മുകളിൽ നിന്നും താഴേക്ക് വന്നപ്പോഴത്തേക്ക് കാലാവസ്ഥ തന്നെ മാറി. ടോപ്പ് സ്റ്റേഷനിൽ ഭയങ്കര കോടയാണെങ്കിലും നമ്മുടെ ആ മല ഇറങ്ങി താഴെ വന്നപ്പോഴത്തേക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, നല്ല ലൈറ്റായിരുന്നു, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ നമ്മുടെ ടെൻറ്റിലോട്ട് വന്നിട്ടുണ്ട്. നേരെ പോയി കുളിയൊക്കെ പാസ്സാക്കി നല്ല തണുത്ത മരവിച്ച വെള്ളത്തിലായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പാക്ക് ചെയ്യുവാണ്. തിരിച്ച് നമ്മൾ ഇനി പോകുന്ന വട്ടവടയിലോട്ടാണ്. വട്ടവടയിൽ പോയിട്ട് കുറേ കാഴ്ചകളുണ്ട്. അത് ഞങ്ങൾ ടെൻറ്റിൽ നിന്നുള്ള നേരെ കാഴ്ചയാണ്. ഈ കാണുന്ന കണക്കൊന്നുമല്ല, നമ്മുടെ ടെൻറ്റ് ഉൾപ്പെടെ കോടയിൽ മൂടുമായിരുന്നു. അപ്പോൾ വട്ടവടയിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ. ബൈ.